വണക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായി വി രാജേഷ്, അതായത് BJPയുടെ ഭരണം വന്ന് മേയറായി വി രാജേഷ് വന്ന ശേഷം ഭരിക്കാൻ അനുവദിക്കുന്നില്ല CPM എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രയും നാൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൈയിട്ട് വാരിക്കൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു അക്ഷയ ഖനിയായി വെച്ചുകൊണ്ടിരുന്ന CPMൻ്റെ സകല അഴിമതികളും മേയർ വി രാജേഷ് എടുത്ത് പുറത്തിട്ട് തുടങ്ങി. ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്ത് പോയി വിഴിഞ്ഞത്ത് സർക്കാർ കോർപ്പറേഷൻ്റെ പൈസയും കൂടെ ചേർത്ത് കെട്ടിക്കൊടുത്ത ഫ്ലാറ്റുകളിൽ മേയർ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ ഫ്ലാറ്റുകളെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നുവെന്നും ആ ഫ്ലാറ്റിൻ്റെ സൺഷെയ്ഡിലെല്ലാം മേയർ ഇങ്ങനെ കയറി പിടിക്കുകയാണ്. മേയർ ഇങ്ങനെ കയറി പിടിക്കുമ്പോൾ തന്നെ തെർമോക്കോൾ ഇളവി വരുന്നത് പോലെയാണ് അവിടെയുള്ള സകലമാന കാര്യങ്ങളും, അതായത് സൺഷെയ്ഡൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പോരാത്തതിന് തിരുവനന്തപുരത്തെ കുന്നുകുഴിയിൽ ഒരു ആധുനിക അറവുശാല പണിതിട്ടുണ്ട്. ഈ ആധുനിക അറവുശാലയിൽ ചെന്ന് നോക്കിയപ്പോൾ പ്രവർത്തന സജ്ജമാണ്. 10 കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത്. ഇത്ര ലിറ്റർ വെള്ളം സംസ്കരിക്കാം, ഇത്ര മൃഗങ്ങളെ അവിടെ അറുക്കാം, മാംസം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ശരി എങ്കിൽ പിന്നെ ചെന്ന് നോക്കിക്കളയാ എന്ന് പറഞ്ഞ് മേയർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കറണ്ട്, അതായത് ഇലക്ട്രിസിറ്റി പോലും അവിടെ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മേയർ വി രാജേഷ് വന്ന് 5-6 മാസമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ മേയർ അമ്പിളിയമ്മാവനെ പിടിച്ചു തരും എന്നാണ്. അതായത് മേയർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണത്തിൽ വരുന്നതിന് മുമ്പേ ഇവർക്ക് പരിഹാസമായിരുന്നു. അതായത് നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും, ഇനി നരേന്ദ്രമോദി തിരുവനന്തപുരത്തോട്ട് വരുമ്പോൾ BJPയുടെ മേയറായിരിക്കും നരേന്ദ്രമോദി സ്വീകരിക്കാൻ അവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ BJPയുടെ പേര് നരേന്ദ്രമോദി ആരുമില്ല ഇതൊന്ന് പറഞ്ഞ് ചിരിക്കാനെന്ന് പറഞ്ഞവുമായി ഇപ്പോൾ തലേ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് മാറാത്തത് മാറിയോ നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ PG സുരേഷ് കുമാർ വന്ന് നിൽക്കും. അപ്പോൾ ഓക്കെ, നഗരസഭയിൽ മാറാത്തത് മാറിയോ എന്ന് ഏഷ്യാനെറ്റ് പരിശോധിക്കുന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ മനോരമയിലോട്ട് വന്നപ്പോൾ മനോരമയും അതേ ക്യാമ്പയിൻ നടത്തുന്നു. അതായത് ഒരേ സമയം എല്ലാ മാധ്യമങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനെ എയിം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വേറൊരു കോർപ്പറേഷനും ഇല്ല, നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഒരു മേയറേ ഉള്ളൂ, അതാണ് വി രാജേഷ്. ആകെ 3 MLA ഉള്ളൂ, ആകെ ഒരു MP ഉള്ളൂ, അതാണ് സുരേഷ് ഗോപി. എന്തായാലും മാറാത്തത് മാറിയോ എന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും കുറിവെച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണത്തിന് നേരെ വരികയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ദൈവം വി രാജേഷിൻ്റെ കൂടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് തിരുവനന്തപുരം നഗരം മാലിന്യ കൂമ്പാരം കൊണ്ട് നിറയുന്നു. എവിടെയും നടക്കാൻ വയ്യ, അവിടെ മാലിന്യം, ഇവിടെ മാലിന്യം. ഈ വേസ്റ്റൊന്നും എന്താണ് നീക്കം ചെയ്യാത്തത്? ഈ വേസ്റ്റ് നീക്കം ചെയ്യാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആരുമില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ഉയർത്തുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ ഉയർത്തിയ മാധ്യമങ്ങൾ മുമ്പിലാണ് വേറൊരു വാർത്ത വന്ന് വീണത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആമയിഴഞ്ചാൻ തോട്, ഈ ആമയിഴഞ്ചാൻ തോടിൽ രഹസ്യമായി മാലിന്യം കൊണ്ട് തട്ടുന്ന ഒരു ടീം, ആ ടീമിനെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരൻ തടഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ മാലിന്യം ഇടരുത് എന്ന് പറഞ്ഞു. നീ ആരടാ ഇത് ചോദിക്കാനെന്ന് പറഞ്ഞ് ഈ മാലിന്യം ഇടാൻ വന്നവന്മാർ ആ കോർപ്പറേഷനിലെ ജീവനക്കാരെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളിലും പല ആൾക്കാർ ഇതുപോലെ രഹസ്യമായി കൊണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട്. CPMൻ്റെ ഭരണമാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർക്ക് പറഞ്ഞ് പിടിച്ച് നിൽക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ശബരിനാഥൻ ചോദിച്ചല്ലോ, ഈ മിനിറ്റ്സിൽ ഒപ്പിടാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല, നമ്മളെ സമ്മതിക്കുന്നില്ല എന്ന് ശബരിനാഥൻ വലിയ രീതിയിൽ അവിടെ കിടന്ന് ബഹളം വെച്ചല്ലോ. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അവസാനത്തെ കൗൺസിലിൽ കിടന്ന് ബഹളം വെച്ചല്ലോ. CPM ആണെങ്കിൽ യഥാർത്ഥത്തിൽ ആ മിനിറ്റ്സേ അവിടെ കൊണ്ടുവരില്ലായിരുന്നു. മിനിറ്റ്സ് അവന്മാരെ കണ്ണി കാണിച്ചാലല്ലേ അവന്മാർ ഒപ്പിടേണ്ട ആവശ്യമുള്ളൂ, മിനിറ്റ്സേ കൊണ്ടുവരില്ലേ. എന്തുകൊണ്ട് മിനിറ്റ്സ് കൊണ്ടുവന്നില്ല എന്ന് പറയുമ്പോൾ യവന്മാർ ലോകത്തില്ലാത്ത എന്തെങ്കിലും ന്യായം പറയും. അത് തിരുവനന്തപുരം നിവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അത് മിനിറ്റ്സ് പെരിച്ചാഴി കരണ്ട് കളഞ്ഞു എന്നായിരിക്കും യവന്മാർ പറയാൻ പോകുന്നത്. അതുപോലെ എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ, അതാണ് ഈ CPMൻ്റെ ന്യായം എന്ന് പറയുന്നത്. ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യും, ഇവർ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ്. പിന്നെ പോരാത്തതിന് തിരുവനന്തപുരം കോർപ്പറേഷനകത്തിരിക്കുന്ന മാലിന്യം, അതായത് ചവറ് വാരാൻ പോകുന്ന ഒരു യുവാവോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥയോ തൊട്ട് അതിന് മേളിലോട്ടിരിക്കുന്ന സകല ആൾക്കാരും CPMൻ്റെ പിണിയാളുകളാണ് ഇപ്പോഴും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അത് മേയർ തന്നെ ഇടയ്ക്ക് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് പല ആൾക്കാരും ഫയലുകൾ ഒപ്പിടാൻ കൊണ്ടുവരുമ്പോൾ ഇപ്പോഴും പറയുന്നത് ഇന്ന് വാ, നാളെ വാ, മറ്റന്നാൾ വാ, ഫയൽ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ നിന്നെയൊക്കെ പിടിച്ച് സ്ഥലം മാറ്റും എന്നാണ് മേയർ കൃത്യമായിട്ട് പറയുന്നത്. ഇങ്ങനെ സ്ഥലം മാറ്റുന്ന വാർത്തകൾ ഏതിലാണ് വരുന്നത്? കൈരളി, ദേശാഭിമാനി, ജനയുഗം എന്നിങ്ങനെയുള്ള ഇടതുപക്ഷത്തിൻ്റെ മുഖപത്രങ്ങളിലാണ് ആദ്യം സ്ഥലം മാറ്റുന്ന വാർത്തകൾ വരുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു ക്ലർക്കിനെ സ്ഥലം മാറ്റിയ വാർത്ത നമ്മൾ കണ്ടതാണ്.
ഈ ക്ലർക്കിനെ സ്ഥലം മാറ്റിയത് വിചിത്രമായിട്ടുള്ളൊരു നടപടിയാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കൈരളി അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം ഒരു കൗൺസിലർ ക്ലർക്കിനെ വിളിക്കുകയാണ്. ആ സമയത്ത് ക്ലർക്ക് ഫോൺ എടുത്തില്ല. എന്താണ് ഫോൺ എടുക്കാത്തത്? ഒരു അത്യാവശ്യത്തിനായിരിക്കുമല്ലോ ഡ്യൂട്ടി സമയത്ത് വിളിക്കുന്നത്. എന്താണ് ഫോൺ എടുക്കാത്തത് എന്ന് ചോദിച്ച് ക്ലർക്കിനെ സ്ഥലം മാറ്റി. ഈ ക്ലർക്ക് ഒരു CPMന്റെ പിണിയാളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരസഭാ മെയിൻ ഓഫീസിലെ എഞ്ചിനീയറിംഗ് വിഭാഗം E4 സെക്ഷൻ ക്ലർക്കായിട്ടുള്ള സന്ധ്യ റാണിയെയാണ് കടകംപള്ളി സോണൽ ഓഫീസിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റിയിരിക്കുന്നത്. വലിയശാല കൗൺസിലർ സൂര്യ വിളിച്ചപ്പോൾ ഒരു ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞാണ് ഇവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. ഇതിലൊരു വിചിത്രമായിട്ടുള്ളൊരു നടപടിയേ അല്ല ഇത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന് പിണിയാളായിട്ട് നിൽക്കുന്ന, CPMന് വിടുപണി ചെയ്യുന്ന ആൾക്കാരെയെല്ലാം ഇങ്ങനെ തൂക്കിയെടുത്ത് തറയിലടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ അതാത് രീതിയിൽ നടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ്. കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ അതാത് രീതിയിൽ നടന്നു പോകേണ്ടത് തിരുവനന്തപുരം നിവാസികളുടെ ആവശ്യമാണ്. അവരൊരു ആവശ്യത്തിനായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാര്യമായിട്ട് കൊച്ചിയിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെയുള്ള ജനങ്ങൾക്ക് കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ അധികാരത്തിലെത്തിയോ, ജനങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെ കാണണം. അതിനാണ് നിങ്ങൾ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്ഥലം മാറ്റും. അപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് BJP ചെയ്താൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ കേട്ടോ. വിചിത്രമായിട്ടുള്ളൊരു നടപടിയാണ് BJP ചെയ്തിരിക്കുന്നത്, BJP നഗര സഭ ഭരണസമിതി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുപിടിച്ച് ആഘോഷിക്കുകയാണ്. ഇതിൽ മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ ആർക്കും ഇവിടേക്ക് കയറി വരാം. ആർക്കും ഇവിടേക്ക് കയറി വരാമെന്നുള്ളത് മാത്രമല്ല, ഒരു അപ്പോയിൻമെൻറ്റും എടുക്കണ്ട, ഡയറക്റ്റായിട്ട് എൻ്റെ ഓഫീസിലോട്ട് കയറി വന്ന് എന്നോട് എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് സൂചിപ്പിക്കാം, എന്നോട് പറയാം. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് എനിക്ക് സമയമില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് സമയമുണ്ടാകണം. അതിനാണ് നിങ്ങൾ എന്നെ മേയറാക്കി ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ടുള്ള VV രാജേഷ് പറയുന്ന കാഴ്ച, അത് VV രാജേഷിൻ്റെ കാര്യത്തിൽ തന്നെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് കൊച്ചിൻ്റെ കാര്യവുമായിട്ട് ഞാൻ കൊച്ചിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ റാണി എന്ന് പറയുന്ന സോണൽ ഓഫീസർ എന്ത് ചെയ്തത്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലറെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് മാലിന്യത്തിലേക്ക് വരാം. ഈ മാലിന്യം എന്ന് പറയുന്ന സാധനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളിലും രഹസ്യമായിട്ട് പല ആൾക്കാരും കൊണ്ടിടുന്നുണ്ട്. ഈ രഹസ്യമായിട്ടെന്ന് പറയുമ്പോൾ ആരായിരിക്കും കൊണ്ടിടുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഊഹിക്കാമല്ലോ. അങ്ങനെ രഹസ്യമായിട്ട് കൊണ്ടിട്ടപ്പോൾ ആമേഴഞ്ചാം തോട്ടിൽ അങ്ങനെ രഹസ്യമായിട്ട് മാലിന്യം കൊണ്ടിട്ടപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ കണ്ടു. ആ ഉദ്യോഗസ്ഥൻ ഇത് കണ്ടിട്ട് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് എന്ന് ചോദിച്ചു. ഇത് ചോദിച്ച ഉദ്യോഗസ്ഥനെ ആദ്യം ഇടിച്ചിട്ട ശേഷം ഉദ്യോഗസ്ഥനെ ഓട്ടോ കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത് മാധ്യമങ്ങൾ അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അതായത് എങ്ങനെയാണ് ഈ CPMൻ്റെ മെഷീനറി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആമേഴഞ്ചാം തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരനെ ഓട്ടോ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളായിട്ടുള്ള ഒരാളെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കരിമഠം കോളനി സ്വദേശി സുരേഷാണ് ഇപ്പോൾ ഫോർട്ട് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. പോരാത്തതിൽ 2ാം പ്രതിയായിട്ടുള്ള കരിമഠം കോളനി സ്വദേശി ഷമീർ എന്ന് പറഞ്ഞവൻ ഒളിവിൽ പോയി. ഇതാണ് നിലവിലത്തെ സ്ഥിതി എന്ന് പറയുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണി, ഒന്ന് ആലോചിക്കണം, 4 മണിയാണ് രാവിലെ. എല്ലാവരും ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആമേഴഞ്ചാം തോട്ടി കൊണ്ട് മാലിന്യം തട്ടുക. അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസും മാതൃഭൂമിയും മനോരമയും പിന്നെ ഇപ്പോൾ ഒരു വേട്ടാവളി ഇറങ്ങിയിട്ടുണ്ട്, News 24 മലയാളം. നമ്മുടെ ഹർഷൻ പൂപ്പാറക്കാരനൊക്കെ ഇരിക്കുന്ന മാധ്യമമാണ്, അറിയാമല്ലോ, കൊടികെട്ടിയ കമ്മിയാണ്. ഉടുമ്പൻചോലയിൽ MM മണിക്ക് പകരം മത്സരിക്കുമെന്നൊക്കെ നിരീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇവരൊക്കെ വന്നിട്ട് പറയും, ഇതാ നോക്കൂ നിമി, ആമേഴഞ്ചാം തോട്ടിൽ മുഴുവൻ മാലിന്യമാണ്, ഇതുവരെ ഇത് നീക്കാനായിട്ട് ഇവിടെയുള്ള മേയറിന് സാധിക്കുന്നില്ല, നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി മാത്രമുള്ളൊരു മേയറാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വാർത്ത അടിക്കാനായിട്ട് സാധിക്കും. അത് ചീറ്റിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. SP ഫോർട്ട് ആശുപത്രിക്ക് സമീപമാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. രാത്രികാലങ്ങളിൽ തോട്ടിൽ മാലിന്യം തള്ളുന്നത് നിരീക്ഷിക്കാനാണ് നഗരസഭ നിയോഗിച്ചത്. അതായത് നഗരസഭയ്ക്ക് കൃത്യമായിട്ടറിയാം, ഈ മാധ്യമങ്ങൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയപ്പോഴേ നഗരസഭ ഇത് ആദ്യം കൊണ്ടുവന്നിരുന്നു. നഗരസഭ ആരൊക്കെയാണ് എവിടെ, അതായത് ക്ലീൻ ചെയ്തു പോയ സ്ഥലത്ത് വീണ്ടും കൊണ്ട് മാലിന്യം ഇടുകയാണ്. അത് ഒന്നാമത് ക്ലീൻ ചെയ്തു പോയി, ആ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ചവർ ഇടരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ചവറ് കൊണ്ട് സ്വനത്താണ് അവന്മാരും. അങ്ങനെ ചവറ് കൊണ്ടിട്ടിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയും. രാവിലെ മാധ്യമങ്ങൾ വരുമ്പോൾ പഴിമൊത്തം നഗരസഭയുടെ മേയറുടെയും തലയിലേക്ക് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഈ മാലിന്യം തള്ളുന്നത് ആരാണ് എന്ന് നിരീക്ഷിക്കാൻ നിയോഗിച്ച കരമന മുണ്ടാപ്ലാവിലെ സ്വദേശി SR സുരേഷ് കുമാറിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. സുരേഷ് മാത്രമല്ല, സുരേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ എന്നുള്ള ആർക്ക് നേരെയും ആക്രമണമുണ്ടായി എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായിരുന്നാലും ഇത് വലിയ രീതിയിൽ ഒരു വാർത്തയായിട്ടുണ്ട്. അതിനിടയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വേറൊരു വാർത്ത അടിച്ചിട്ടുണ്ട്. അതായത് കുന്നുകുഴിയിൽ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ തുടങ്ങി വെച്ച ആധുനിക അറവുശാല. ആര്യ രാജേന്ദ്രൻ അങ്ങനെയാണല്ലോ. എനിക്കൊരു കാര്യം ചോദിക്കുക എന്നുള്ളത്, ഈ ആര്യ രാജേന്ദ്രൻ
ഈ മേയറായിട്ട് കയറുമ്പോൾ സകല മാധ്യമങ്ങളും കൊണ്ടുവന്ന് ബൈറ്റ് വെച്ചു. റിപ്പബ്ലിക് ടി വിയൊക്കെ കൊണ്ട് ബൈറ്റ് വെച്ചു. അപ്പോൾ റിപ്പബ്ലിക് ടി വിയുടെ അടുത്ത് ഐ വാണ്ട് ടു ഡു ദ ഇനിഷ്യേറ്റീവ് ഹോസ്പിറ്റാലിറ്റി, അതെ എന്നൊക്കെ പറഞ്ഞ് അയ്യോ നമ്മുടെ റഹീമിൻ്റെ അച്ഛനായിട്ട് വരും ആര്യ രാജേഷ് ഇംഗ്ലീഷ് പറയുന്ന കാര്യത്തിൽ. സായിപ്പന്മാർ വല്ലതും കേട്ടെങ്കിൽ ബോധം കെട്ടി വീണേൻ. അങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ ഇംഗ്ലീഷ് പറയുന്നത്. പിന്നെ ഈ മാർക്കിൻ്റെ ലിസ്റ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാനവികതയാണ് CPM-കാർക്ക് വലുത്, വിദ്യാഭ്യാസം വേണ്ട. എന്തായാലും ആര്യ രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാനത് അന്വേഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷനിലെ തിരുവനന്തപുരത്ത് മേയറായിട്ട് അധികാരമേറ്റപ്പോൾ ഇവിടെയുള്ള സകല കമ്മിക്കുട്ടന്മാർ മാധ്യമങ്ങളും കൊണ്ട് ആര്യ രാജേന്ദ്രന് ബൈറ്റ് വെച്ചപ്പോൾ ആര്യ രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് മുടവൻമുകൾ വാർഡിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. അങ്ങനെ മുടവൻമുകൾ വാർഡിൽ നിന്ന് ഞാൻ വരുന്നത് കൊണ്ട് ഇവിടെ പ്രാഥമികമായിട്ടുള്ളൊരു ആരോഗ്യ കേന്ദ്രം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ചിരകാല അഭിലാഷം എന്ന് പറയുന്നത്. അതവിടെ വന്നോ ഇല്ലയോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പ്രാഥമികമായിട്ടുള്ളൊരു ആരോഗ്യ കേന്ദ്രം മുടവൻ മുകളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ സംശയം എന്ന് പറയുന്നത്. വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. എന്തായാലും അങ്ങനെ മുടവൻ മുകളിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് എണ്ണി പറയും. ഇപ്പോൾ സമയമില്ല. ഇതൊക്കെ അവിടെ നടപ്പിലായോ എന്നുള്ളതൊരു ക്യാമ്പയിൻ ഇവരെടുത്ത് നോക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായിരിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തമ്പാനൂരിലെ ഗണേഷ് ടീ സ്റ്റാൾ എന്ന് പറയുന്ന ഒരു ടീ സ്റ്റാളുണ്ട്. ആ ടീ സ്റ്റാളിൽ നിന്ന് ശേഖരിച്ച മാലിന്യമാണ് യുവമാരി നേരെ ആമഴഞ്ചാൻ തോടി കൊണ്ട് തട്ടിയത്. ആമഴഞ്ചാൻ തോടിൽ ഈ മാലിന്യം കൊണ്ട് തട്ടിയപ്പോൾ മേയർ ഗണേഷ് ടീ സ്റ്റാളിൽ അന്ന് തന്നെ എത്തി. ആദ്യം സുരേഷിനെ പോയി സന്ദർശിച്ചു. അതിനുശേഷം ഗണേഷ് ടീ സ്റ്റാളിൽ അപ്പം തന്നെ എത്തി മേയർ എന്ത് ചെയ്തു, ആ കട പൂട്ടിച്ചു എന്നുള്ളതാണ്. അതായത് ഇനി നീ ഒന്നും ഇവിടെ പ്രവർത്തിക്കേണ്ട, ആ കട അങ്ങ് അടച്ചു പൂട്ടിയേക്കാനാണ് മേയർ പറഞ്ഞത്. ഇനി നമുക്ക് ആധുനിക അറവുശാലയിൽ വരാം. ആധുനിക അറവുശാല എന്ന് പറഞ്ഞാൽ 75 മൃഗങ്ങളെ ഒരുമിച്ച് കശാപ്പ് ചെയ്യാൻ അത്രയ്ക്കും വലിയ ആധുനികമായിട്ടുള്ള അറവുശാലയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇവിടെ ആര്യ രാജേന്ദ്രൻ പണിതിട്ടിരിക്കുന്നത്. അത് സന്ദർശിക്കാനായിട്ട് മേയർ VV രാജേഷ് 10 കോടി രൂപ മുടക്കി പണിതിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. 10 കോടി, ഒന്ന് ആലോചിച്ച് നോക്കണം. 10 കോടി, ഈ 10 കോടി മുടക്കി കുന്നുകുഴിയിൽ പണിതിട്ടിരിക്കുന്ന ആധുനിക അറവുശാലയെ സന്ദർശിക്കാൻ പോയപ്പോഴാണ് അവിടെ കറണ്ടില്ല, അതായത് ഇലക്ട്രിസിറ്റി ഇല്ല. പോരാത്തതിന് ഇതിൻ്റെ കരാറൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ കരാറിലൊക്കെ ഒരുപാട് ക്രമക്കേടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കരാറിലെ ക്രമക്കേടുകൾ പരിശോധിക്കണം. ഈ കരാറിലെ ക്രമക്കേടും വെച്ചുകൊണ്ട് മേയർ അവിടെ ചെന്നിട്ട് നാട മുറിച്ചിട്ട് ഇനി എല്ലാ മൃഗങ്ങളെയും കയറ്റി വെട്ടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ കരാറിൽ ക്രമക്കേട് വന്നു കഴിഞ്ഞാൽ മേയർക്ക് പറയാൻ പറ്റുമോ CPM ആണ് ഈ കരാർ ഒപ്പുവെച്ചത്, കരാറിൽ ക്രമക്കേട് ഉണ്ടാക്കിയത് CPM ആണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഉടനെ മാധ്യമങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, CPM ആണ് ആ കരാർ ഒപ്പുവെച്ചെങ്കിൽ നിങ്ങളും ഇനി എന്തിനാണ് മേയറായിട്ടിരിക്കുന്നത്, നിങ്ങൾക്കത് ചൂണ്ടി കാണിച്ചൂടെ, അപ്പം നിങ്ങളും പങ്ക് പറ്റിയിട്ടുണ്ടല്ലേ, അതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നിവന്മാർ പറയും. അപ്പോൾ മേയർ പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ആ കരാർ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം. കൃത്യമായിട്ട് പരിശോധിച്ച് അവിടെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത് ഒന്നുകൂടെ അവിടെ സൈറ്റ് ഒന്ന് സന്ദർശിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആധുനിക അറവുശാല സ്വനത്താം എന്നാണ് മേയർ കൃത്യമായിട്ട് പറഞ്ഞത്. അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ. പിന്നെ വേറെ കുറേ ആൾക്കാർ ഇപ്പോൾ നഗരസഭയുടെ ഈ വലിയ പുകഴ്ത്തുപാട്ടുമായിട്ട് എത്തിയിട്ടുണ്ട്. അതായത് ലോകത്തിൽ തന്നെ ന്യൂയോർക്ക് സിറ്റിയൊന്നും ഒന്നുമല്ല, അതിനെക്കാട്ടിലും മേലെ നിൽക്കുന്ന നഗരസഭയല്ലോ തിരുവനന്തപുരം നഗരസഭ. 45 കൊല്ലം CPM എന്ന് പറയുന്ന പാർട്ടി അത് വളരെ ഗംഭീരമായിട്ട് ഭരിച്ചു കൊണ്ടുവരാൻ CPM ഭരിച്ച് 45 കൊല്ലവും തമ്പാനൂരിൽ മറ്റേ വള്ളംകളി നടത്തായിരുന്നു. നെഹ്റു ട്രോഫി നമുക്ക് തമ്പാനൂരിൽ നടത്തായിരുന്നു. അങ്ങനെ നെഹ്റു ട്രോഫി നടത്താം. പോരാത്തതിന് തിരുവനന്തപുരം നഗരത്തിൽ ആര്യ രാജേന്ദ്രൻ ഭരിച്ച ആ ദിവസങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അടുപ്പിച്ച് 8 ദിവസം വെള്ളമില്ലായിരുന്ന സാഹചര്യമുണ്ട്. പിന്നെ വാട്ടർ ടാങ്ക് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. 4 ദിവസം വാട്ടർ ടാങ്ക് വെച്ച് ഉപയോഗിച്ചു. ബാക്കി 3 ദിവസം വെള്ളമില്ലാതെ ഞാൻ ചക്രശ്വാസം വലിച്ചെന്നുള്ളതാണ്. അങ്ങനെ വെള്ളമില്ലാത്തൊരു സാഹചര്യം. പിന്നെ വെള്ളം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, വെള്ളം ഈ ഇതിൽ കൊണ്ടുവരും, അതായത് ടാങ്കറിൽ കൊണ്ടുവന്ന് അടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ചോദിച്ചു കഴിഞ്ഞാൽ പറയും എയർ ബ്ലോക്ക് ആയിരിക്കുന്നു, അത് തുറന്നു വിടണം, തുറന്നത് അടയ്ക്കണം, അടച്ചത് മേലോട്ട് കയറ്റണം എന്നൊക്കെ പറഞ്ഞ് ന്യായങ്ങളാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളമില്ലാതിരിക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ എന്തുകൊണ്ട് കുറ്റം പറയുന്നു എന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ മേയർ VV രാജേഷിന് വെള്ളമില്ലായിരുന്നപ്പോൾ കുറ്റം പറഞ്ഞപ്പോൾ മേയർ VV രാജേഷ് എന്താ പറഞ്ഞത്, വാട്ടർ അതോറിറ്റിയോട് പോയി ചോദിക്കാൻ. അന്ന് ആര്യ രാജേന്ദ്രൻ്റെ പാർട്ടിയും നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ഒന്നായിരുന്നു, CPM ആയിരുന്നു. ഇവർ തമ്മിൽ നല്ല ടൈയപ്പുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് VV രാജേഷ് വേറൊരു പാർട്ടിയാണ്. VV രാജേഷിന് എങ്ങനെയൊക്കെ പണി കൊടുക്കാമോ അങ്ങനെയൊക്കെ പണിയുന്ന ഒരു ടീമാണ് ഭരണത്തിലിരിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് തന്നെയായിരുന്നാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആധുനിക അറവുശാലയുടെ ആ വാർത്ത അങ്ങനെ തേഞ്ഞു പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പട്ടിശല്യം ഭയങ്കരമായിട്ട് രൂക്ഷമായിരിക്കുകയാണ്. VV രാജേഷ് പിടിക്കാൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് യുവമാർ രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ പട്ടിയെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ യുവമാർ പറയുന്നത് മേയറുടെ ജോലി പട്ടിപിടുത്തമാണോ
എന്ന് പറഞ്ഞ് ഇവന്മാർ കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതായത് ഇവന്മാർക്ക് എന്ത് തൊട്ടാലും പ്രശ്നമാണ്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ 45 കൊല്ലമായിട്ട് ഭയങ്കരമായിട്ട് കിടിലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു രക്ഷയില്ലാതെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് 2 ദിവസം മുമ്പ് മനോരമയിൽ വന്ന ഒരു വാർത്ത ഞാൻ എടുത്ത് വായിച്ചു തരാം. മനോരമ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ്. ഇത് വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ചു തരാം. അനധികൃത നിയമനങ്ങൾ, മണ്ണ് കടത്ത്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ കോർപ്പറേഷൻ തല നടത്തിപ്പിൽ വമ്പൻ അഴിമതി. ഇതാണ് മനോരമ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. മുൻ ഇടത് സർക്കാർ അഭിമാന പദ്ധതിയായി ഏറ്റെടുത്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ കോർപ്പറേഷൻ തല നടത്തിപ്പിൽ വൻ അപാകതകൾ സ്ഥിരീകരിച്ച് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട്. ഫോർട്ട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചെങ്കിലും സ്റ്റോക്കിൽ രേഖപ്പെടുത്താതെ വിതരണം ചെയ്തതിനാൽ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചതെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. അതായത് സപ്ലൈകോയിൽ നിന്ന് ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് എടുത്തിട്ട് ആ ജനങ്ങൾക്കല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ആർക്ക് കൊടുത്തു? സഖാക്കന്മാർക്ക് കൊടുത്തു. അല്ലാതെ പിന്നെ ഇത് ആർക്ക് കൊടുക്കാൻ? സഖാക്കന്മാർ വെട്ടി അടിച്ചുകൊണ്ട് നടക്കണമായിരിക്കും ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സഖാക്കന്മാർക്ക് കൊടുത്തു. 2024 സെപ്റ്റംബർ മുതൽ ഓണാവധി ആയതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃത്യസമയത്ത് ഓർഡർ നൽകുന്നതിനും വിതരണം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടായെന്ന വിശദീകരണമാണ് ഓഡിറ്റ് അന്വേഷണത്തിൽ കോർപ്പറേഷൻ മറുപടി നൽകിയതെന്നും റിപ്പോർട്ടിലുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് 2024-25 സാമ്പത്തിക വർഷം കുടുംബശ്രീ CDS മെമ്പർ സെക്രട്ടറിമാർക്ക് 52.98 ലക്ഷം രൂപ, 52.98 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം 60 ലക്ഷം രൂപയാണ് ഇവർക്ക് വേണ്ടി മാത്രം നൽകിയത്. കോർപ്പറേഷനിലും അനുബന്ധ സ്ഥാപനങ്ങളും സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കരാർ നിയമനങ്ങൾ നടത്തിയതായും താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരമാവധിയിലും അധികം തുക വേതനമായി നൽകിയതായും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. കരാർ നിയമനങ്ങൾ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടെ നടത്താവൂ എന്ന നിബന്ധന പാലിച്ചില്ലെന്ന് മറ്റൊരു കണ്ടെത്തൽ. സർക്കാരിൻ്റെ മുൻകൂർ നിബന്ധന എന്തിനാണ് പാലിക്കുന്നത്? കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇവർ, സംസ്ഥാനം ഭരിക്കുന്നത് ഇവർ. കോർപ്പറേഷൻ്റെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ 118 പേർക്ക് നിയമനം നൽകിയതിൽ 56 പേരെ നിയമിച്ചിരിക്കുന്നത് സർക്കാർ അനുമതി ഇല്ലാതെ. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുതലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ 295 ജീവനക്കാരെ നിയമിക്കുന്നത് പാർട്ടിക്കാരുടെ പട്ടിക തേടി CPM ജില്ലാ സെക്രട്ടറിക്ക് മേയർ നൽകിയ കത്ത് ഏറെ വിവാദമുണ്ടാക്കിയെങ്കിലും അതിനുശേഷവും അനധികൃത നിയമനങ്ങൾ തകൃതിയാണെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ലൈഫ് ഇല്ലാത്ത ലൈഫ് PMAY ഭവന പദ്ധതി, ലൈഫ് PMAY പദ്ധതി നടപ്പാക്കിയ 2017 മുതൽ വ്യക്തിഗത ഭവന നിർമ്മാണത്തിന് 11,562 ഗുണഭോക്താക്കൾ കോർപ്പറേഷനുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും 3,417 പേർ ഇതുവരെ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തി. 1,070 ഗുണഭോക്താക്കൾ 1-ാം ഗഡുവും 672 പേർ 2-ാം ഗഡുവും 1,270 പേർ 3-ാം ഗഡുവും പണം കൈപ്പറ്റിയെങ്കിലും വീട് നിർമ്മിച്ചിട്ടില്ല. കരാറിൽ ഏർപ്പെട്ട തീയതി മുതൽ 12 മാസത്തിനകം വീട് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ കൈപ്പറ്റിയ തുക തിരിച്ചു പിടിക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും കോർപ്പറേഷൻ തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ പൈസ അവർ കൈപ്പറ്റി, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന വരെയുള്ള പൈസ അവർ കൈപ്പറ്റിയിട്ട് ഇവർ അതുകൊണ്ട് വീട് നിർമ്മിച്ചില്ല. പിന്നെ ഇവർ എന്ത് ചെയ്തു? അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് നിങ്ങൾ പറയുന്ന നമ്പർ 1 കോർപ്പറേഷൻ, അതിന് ഒത്താശ ചെയ്യുന്നു. ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ പൈസ ഉണ്ട്, പുഴുത്ത് ചാവോളാ നീയൊക്കെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥനായ വിവിധ പ്രവർത്തികൾക്കായി മണ്ണ് നീക്കിയെങ്കിലും കുഴിച്ചെടുത്ത മണ്ണിൻ്റെ അളവ് ബുക്കിൽ രേഖപ്പെടുത്താത്ത ക്രമക്കേടും കണ്ടെത്തി. ചേങ്കോട്ടുകോണം കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിനായി 1,123.84 m³ മണ്ണാണ് നീക്കം ചെയ്തത്. ഇതിൽ 1,063.84 m³ മണ്ണിൻ്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ലഭ്യമല്ല. മണ്ണിൽ പോലും അഴിമതി, മണ്ണ് പോലും അടിച്ചു മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യാനായി സൈഡ് വീൽ ഘടിപ്പിച്ച ട്രൈ സ്കൂട്ടർ വാങ്ങിയത് സർജിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വഞ്ചിനാട് സർജിക്കൽസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതായത് മണ്ണിൽ അഴിമതി, തിന്നാനുള്ള ഭക്ഷണത്തിൽ അഴിമതി, നിയമനത്തിൽ അഴിമതി. എന്തിനു പറയുന്നു? എഴിച്ചു നടക്കാനില്ലാത്തവൻ്റെ കന്നിപ്പാത്രത്തിൽ പോലും കൈയിട്ട് വാരുന്ന വൃത്തികെട്ട ടീമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നല്ലൊരു ഭരണം വരുമ്പോൾ നിനക്കൊക്കെ കടിക്കും, അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നിനക്കൊക്കെ കടിക്കും, നിനക്കൊക്കെ ചൊറിഞ്ഞു പൊട്ടും. ആ ചൊറിഞ്ഞു പൊട്ടുന്നവന്മാർ അങ്ങോട്ട് മാറിയിരുന്നു, ചൊറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലർക്കിനെ എന്നല്ല, ക്ലർക്കിൻ്റെ മേലെ ഒരുത്തനുണ്ടെങ്കിൽ അവനെപ്പോലും സ്ഥലം മാറ്റും. കാരണം കോർപ്പറേഷൻ പെർഫെക്റ്റാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ് നിലവിൽ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ശരിയായല്ലോ അല്ലേ? അപ്പോൾ ശരി.